ഈ അടുത്ത കോണിക് സെക്ഷൻസ് പറഞ്ഞ ചാപ്റ്ററാണ്. അത് ഏറ്റവും ഫസ്റ്റ് പഠിക്കാനുള്ളത് സർക്കിളിൻ്റെ ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ എച്ചും കെയും എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എച്ചും കെയും ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ആറാണെങ്കിൽ ഈ കാണുന്നതായിരിക്കും അതിൻ്റെ ഇക്വേഷനായിട്ട് വരിക. ഓക്കെ, ഈ കാണുന്ന എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇനി അതേ സ്ഥാനത്ത് സർക്കിളിന് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ജനറൽ ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. എൻ്റെ സെൻറ്റർ ആയിരിക്കും ഈ തന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഇക്വേഷൻ തന്നേക്കുന്നതെങ്കിൽ സെൻറ്റർ ഈ കാണുന്നതായിരിക്കും, റേഡിയസ് ഈ കാണുന്നതായിരിക്കും, റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. അതേപോലെ തന്നെ പരാബോളയ്ക്ക് ഒരു ഇക്വേഷൻസ് ഉണ്ട്. പരാബോള 4 ടൈപ്പ് ഉള്ളത്. അതായത് ഈ കാണുന്നൊരു പരാബോള ഉണ്ട്, റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ആയിട്ടുള്ളത്, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പൺ ആയിട്ടുള്ളത്, മേളിലേക്ക് താഴത്തേക്ക്. 4 ടൈപ്പ് പരാബോള ഉണ്ട്. ഈ 4 ടൈപ്പ് പരാബോളയുടെ അകത്ത് റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ആയതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വൈ സ്ക്വയർ ആയിരിക്കും. കണ്ടില്ല, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്നായിരിക്കും. ലെഫ്റ്റ് സൈഡിൻ്റെ ആണെങ്കിലും വൈ സ്ക്വയർ ആയിരിക്കും, പക്ഷേ അതൊരു മൈനസ് ഉണ്ടാവും. മേളിലേക്കുള്ളതാണെങ്കിൽ അപ്പോൾ എക്സ് സ്ക്വയർ ആയിരിക്കും, താഴത്തേക്കുള്ളതാണെങ്കിൽ എക്സ് സ്ക്വയർ, പക്ഷേ ഒരു മൈനസ് ഉണ്ടാവും. ഇക്വേഷൻസ് കണ്ടുപിടിക്കുക. പിന്നെ അതിനനുസരിച്ച് ഫോക്കസും കാര്യങ്ങളെല്ലാം മാറിയിട്ടായിരിക്കും. ഇപ്പോൾ ഇത് മൊത്തത്തിൽ പോസിറ്റീവ് ആണെങ്കിൽ ഫോക്കസിൻ്റെ അവിടെ ഇത് കണ്ടില്ലേ, സെയിം പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ഡയറക്ട്രിക്സ് നെഗറ്റീവ് ആയിരിക്കും. ഇതൊക്കെ ഒന്ന് ഓർത്തോളാം ഇക്വേഷൻസ്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഫോക്കസും പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ഡയറക്ട്രിക്സ് നെഗറ്റീവ് ആയിരിക്കും. ഇക്വേഷനിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഫോക്കസ് നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ ഡയറക്ട്രിക്സ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ലാറ്റിസ് റെക്റ്റത്തിൻ്റെ ഇക്വേഷൻ ലെങ്ത്ത് 4a 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 എന്നായിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചോളാം. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ എലിപ്സ് ആണല്ലോ. എലിപ്സ് 2 ടൈപ്പാണ് ഉള്ളത്. എലിപ്സിനകത്ത് ഫസ്റ്റത്തേത് മേജർ ആക്സിസ് എലോങ് ദ എക്സ് ആക്സിസ്. അതായത് ഈ വലിയ നമ്പർ ആരുടെ താഴെയാണോ, എ ആയിരിക്കും എപ്പോഴും വലിയ നമ്പർ. ആ വലിയ നമ്പർ ആരുടെ താഴെയാണോ ഉള്ളത് അയാളായിരിക്കും മേജർ ആക്സിസ്. അതായത് ഇപ്പോൾ എക്സിൻ്റെ താഴെയാണെങ്കിൽ നമ്മുടെ ഷേപ്പ് അത് ഇങ്ങനെ ആയിരിക്കും. ലെങ്ത് കൂടുതൽ എക്സ് ഡയറക്ഷനിലായിരിക്കും. കണ്ടില്ലേ, ഇതാണ് വലിയ നമ്പർ എക്സിൻ്റെ താഴെ ഉള്ളപ്പോൾ. ഇനി വലിയ നമ്പർ വൈയുടെ താഴെയാണെങ്കിലോ അതിൻ്റെ ഷേപ്പ് അത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ വരും. ഓക്കെ, മേജർ ആക്സിസ് വൈയിലായിരിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. ഇനി ഹൈപ്പർബോള ആണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നോക്കി വെച്ചോളണം. ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. പിന്നെ ഹൈപ്പർബോള ആണെങ്കിലോ, ഹൈപ്പർബോള ആണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഹൈപ്പർബോളയിൽ 2 എണ്ണം ഉണ്ടാവും. സോ ഇങ്ങനൊരു ഇതുണ്ടാവും ഹൈപ്പർബോളയിൽ, സെൻട്രൽ കൂടെ ഒരു വരയുണ്ടാവും ഇങ്ങനെ. പോസിറ്റീവ് ആയിട്ടുള്ളത് എക്സ് ആണ്. ഇവിടെ വലുതും ചെറുതൊന്നുമല്ല. ഓക്കെ, മൈനസിൻ്റെ മുമ്പിലുള്ള ഈ പോസിറ്റീവ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഇതായിരിക്കും. ഇതാണ് എക്സിൻ്റെ ആൾ. പക്ഷെ വൈ ആണെങ്കിലോ, പോസിറ്റീവ് വൈ ആണെങ്കിൽ രണ്ടാമത്തെ ആണെങ്കിൽ അത് തിരിച്ചായിരിക്കും, ഇങ്ങനെ വരും. ഇങ്ങനൊരു ഷേപ്പ് ആയിരിക്കും വരിക. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുറച്ചൊക്കെ ലോജിക്കലാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ ഷേപ്പ് ആണെങ്കിൽ ഇതേ ഫോക്കസ് എക്സ് ആക്സിസിലായിരിക്കും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് അതിന് കിട്ടും. പിന്നെ ഇതിൻ്റെ ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്റ്റം ഒക്കെ പഠിച്ചു വെക്കണം. ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്റ്റം 2b²a. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്റ്റം എലിപ്സിൻ്റെ അത് തന്നെയാണ്, 2b²a ആണ്. ഓക്കെ, പിന്നെ പക്ഷേ പരാബോളയുടെ 4a ആണ്. ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്റ്റം 4a ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോളാം. ഇത്രയും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത്രയാണ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഇറങ്ങി പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സർക്കിളിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെ ആയിരിക്കും? കണ്ടാൽ തന്നെ അറിയാമല്ലോ. അതെ, നടുക്കൂടെ ഇങ്ങനെ വരച്ച് പോവുക. ഈ കാണുന്നതാണ് സെൻറ്റർ. കാണുമ്പോൾ തന്നെ അറിയാം ഇത് 2,2 ആണ് സെൻറ്റർ എന്ന് മനസ്സിലായി. അങ്ങനെ നമുക്ക് 1 മാർക്ക് കൂടെ കിട്ടും. ഈ സർക്കിളിൻ്റെ സെൻറ്റർ 2,2 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സെൻറ്റർ നമുക്കറിയാമല്ലോ. ഇതിൻ്റെ റേഡിയസ് എന്താ? റേഡിയസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അതെ, ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടാവും? ഒരു 2 അല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ റേഡിയസ് 2 അല്ലേ? ഈ കാണുന്നതൊക്കെ 2 ആണ്. താഴെ നിന്ന് മേളിലേക്ക് 2 2 പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റേഡിയസിന് 2 ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ സെൻറ്ററിന് 2, റേഡിയസ് 2. സെൻറ്റർ 2 2, റേഡിയസ് 2.
സെൻറ്ററും അറിയാം റേഡിയസും അറിയാമെങ്കിൽ സെൻറ്ററും അറിയാം നമുക്ക് റേഡിയസും അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, ഇക്വേഷൻ എഴുതുമ്പോൾ എക്സിനും വൈക്കും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണല്ലോ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് എച്ച് എന്താ? ഇത് ഈ സെൻറ്റർ പോയിൻ്റ് ആണ് എച്ച് ഒക്കെ. അപ്പോൾ എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ടു സെൻറ്റർ പോയിൻ്റ് ആണ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആറ് രണ്ട് തന്നെ, സോ 2 സ്ക്വയർ എന്ന് കിട്ടും. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു എലിപ്സ് ഉണ്ട്. എലിപ്സിൻ്റെ ഫോക്കസ് പ്ലസ് ഓർ മൈനസ് 50 ഓക്കെ. ഫോക്കസ് പ്ലസ് ഓർ മൈനസ് 50. അതിൻ്റെ അർത്ഥം ഫോക്കസ് വന്നേക്കുന്നത് എക്സ് ആക്സിലാണ്. കണ്ടില്ലേ? പ്ലസ് ഓർ മൈനസ് 5. കാരണം ഇത് എക്സിലാണ് വന്നേക്കണം. അതിൻ്റെ അർത്ഥം നമ്മുടെ എലിപ്സിൻ്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെ ആയിരിക്കുള്ളൂ. എലിപ്സിൻ്റെ ഷേപ്പ് ഇങ്ങനെ എക്സിൽ കൂടുതൽ വരുന്ന രീതിക്ക് എക്സ് മേജർ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് എൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഫോക്കസ് വരുന്നത്. ഓക്കെ, ഈ രണ്ട് സ്ഥലത്താണ് ഫോക്കസ് വന്നേക്കുന്നത്, മനസ്സിലായി. അപ്പോൾ ഫോക്കസിൻ്റെ സിമ്പിൾ സി ആണ്. അപ്പോൾ സി 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് 26. ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2a എന്നിവിടെ എഴുതിയിട്ടുണ്ടോ? ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് 2a, മൈനർ ആക്സിസ് 2b. കാരണം വലിയ അക്ഷരം എ ആണല്ലോ, അതിന് ഡബിൾ ആയിരിക്കും ടോട്ടൽ ലെങ്ത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി? 2a ആണ് 26 എന്ന് മനസ്സിലായി. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സി 5 അറിയാം, 2a 26 അറിയാം. സോ എ എന്തായിരിക്കും? 26/2 13 കിട്ടി. ഇനി അപ്പോൾ എയും അറിയാം സിയും അറിയാം. എ 13 കിട്ടി, സി 5 ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബി കണ്ടുപിടിക്കാം. എലിപ്സിൻ്റെ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എലിപ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നാണ്. ഇവിടെ നടുക്ക് പ്ലസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സിയുടെ ഇക്വേഷനിൽ നടുക്ക് മൈനസ് ആയിരിക്കും. അതൊന്ന് ഓർത്തിരിക്കാനുള്ള ടെക്നിക്കാണ്. ഇവിടെ നടുക്ക് പ്ലസ് ആയതുകൊണ്ട് സിയുടെ ഇക്വേഷനിൽ നടുക്ക് മൈനസ് ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചോളണം. അപ്പോൾ സിയുടെ ഇക്വേഷൻ ഇതാണ്. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമുക്ക് ബി കണ്ടുപിടിക്കേണ്ടത്. സോ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് വരും. അതായത് എ സ്ക്വയർ എത്രയാണ്? 13. 13ൻ്റെ സ്ക്വയർ മൈനസ് സിയുടെ സ്ക്വയർ 5. 5ൻ്റെ സ്ക്വയർ എന്ന് വരും. 13 സ്ക്വയർ 129 മൈനസ് 5ൻ്റെ സ്ക്വയർ 25, ബാലൻസ് 144 കിട്ടും. അപ്പോൾ ബി സ്ക്വയർ 144 ആണെങ്കിൽ ബി എത്ര ആയിരിക്കും? റൂട്ട് 144 ആയിരിക്കും. അഥവാ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ ബി 12 കിട്ടി. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് എന്താണ്? ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2b അല്ലേ? ഞാനിപ്പോൾ കുറച്ച് മുമ്പ് നോക്കിയായിരുന്നു. ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് വന്നിട്ട് 2b ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഉത്തരം അതാണ്, 2b. അപ്പോൾ ബി എത്ര? 12 കിട്ടിയത്. 2 × 12 24. 24 ആണ് ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ആണ്. ലാറ്റസ് റെക്റ്റം, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റത്തിന് നമുക്ക് LLR എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ എഴുതണം പരീക്ഷയ്ക്ക്. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം LLR എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? LLRൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 2b² / a. ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. 2b² / a. ഇപ്പോൾ ബി അറിയാലോ, എയും അറിയാം. അപ്പോൾ അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ 2 × b² എത്ര? 12² ഡിവൈഡ് ബൈ a. 13. 2 × 144/13 കിട്ടും. അപ്പോൾ 288/13. ഇതാണ് നമ്മുടെ ഉത്തരം. ഇതാണ് LLR കേട്ടോ. അതും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓൾസോ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഭയങ്കര എളുപ്പമല്ലേ? ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. x² / a² / y² / b² is equal to 1 എന്നാണല്ലോ. അപ്പോൾ x² / a എത്ര? a 13. 13² പ്ലസ് y² / b². b എത്ര? 12. 12² is equal to 1. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അത്രേ ഉള്ളൂ. ആണ് അടുത്ത ക്വസ്റ്റ്യൻ.
Find the coordinates of the focus, equation of the directrix and length of the lattice rectum of the parabola. പരാബോളയുടെ ക്വസ്റ്റൻ ആണ് മനസ്സിലായി. പരാബോളയുടെ ക്വസ്റ്റൻ ആണെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 12y എന്നല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay എന്നാണ് വരാൻ സാധ്യതയുള്ളൂ. കാരണം പരാബോള എപ്പോഴും അങ്ങനെ 4a എൻ്റെ കൂടെ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. ഇനി നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഒരു കൂടി ചേർത്ത് വരും, -4ay എന്നോ -4x എന്നൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഇക്വേഷൻ ഇത് രണ്ടും ഈക്വൽ ആവുമെന്ന് നമുക്ക് മനസ്സിലായി. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 12yയും എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ayയും രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇത് എന്ത് മനസ്സിലായി? 4ay ആണ് 12y. 4ay 12y ആണ്. എന്ത് കിട്ടും ഇതിൽ നിന്ന്? y കട്ടാകും. a ഈസ് ഈക്വൽ ടു 12/4 എന്ന് കിട്ടും. a ഈസ് ഈക്വൽ ടു 12/4 എത്ര? 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് a കിട്ടി. a കിട്ടിയപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ലാറ്റിസ് റെക്ടം ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ച് നോക്കിക്കോളെ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 12y ആണ്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 12y ആണ്. അതിൻ്റെ അർത്ഥം ഈ പരാബോള y ആക്സിസിലേക്കാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പരാബോള എന്ന് മനസ്സിലായി. സോ ഇതിൻ്റെ ഫോക്കസ് വരുന്നത് ഇവിടെയായിട്ട്. സോ a കിട്ടിയല്ലോ. അപ്പോൾ 0, അപ്പോൾ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0,a ആയിരിക്കും, അഥവാ 0,3 ആയിരിക്കും. കാരണം y ആക്സിസിലാണല്ലോ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് നമ്മൾ പറഞ്ഞു. നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്ട്രിക്സ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഇപ്പോൾ ഡയറക്ട്രിക്സ് എവിടെ വരുന്നത്? ഏത് ആക്സിസിലാണ്? വൈയിലല്ലേ. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഇതാണ് ഡയറക്ട്രിക്സ് കേട്ടോ, ഈ കാണുന്നത്. അപ്പോൾ ഈ വരച്ച് വെച്ചേക്കുന്നതാണ് ഡയറക്ട്രിക്സ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എങ്ങനെ ആയിരിക്കും? y ഈസ് ഈക്വൽ ടു -a എന്നാണ്, അഥവാ y ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടും. ഇതാണ്. അതും കഴിഞ്ഞു. ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്ടം അത് നമുക്ക് LLR എന്ന് വിളിക്കാം. LLR ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്ടം 4a ആണെന്ന് എൻ്റെ ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ 4 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അതാണ് എൻ്റെ LLR. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അടുത്ത ഹൈപ്പർബോളയുടെ ക്വസ്റ്റ്യൻ ആണ്. ഹൈപ്പർബോളയുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈപ്പർബോളയുടെ അകത്ത് ആദ്യം ഏതാണ് നോക്കേണ്ടത്. ഓക്കെ, ആദ്യം എക്സ് ആണെങ്കിൽ ഹൈപ്പർബോള എക്സിൻ്റെ അങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുക. അത്രേ ഉള്ളൂ. ആദ്യം എക്സ് ആണെങ്കിൽ ഹൈപ്പർബോള എക്സിൻ്റെ അങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടിരിക്കും. ആ കാര്യം ഓർത്താൽ മതി. അപ്പോൾ അതായത് നമ്മുടെ ഹൈപ്പർബോളയുടെ ഫിഗർ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോക്കസും ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ എക്സ് ആണെങ്കിൽ അനുസരിച്ച് അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ആരാണോ അങ്ങോട്ടേക്കായിരിക്കും ഹൈപ്പർബോള ഓപ്പൺ ആയിട്ടിരിക്കുക. സോ ഫിഗർ ഏകദേശം ഇതുപോലെ ആയിരിക്കും. അതായത് ഫോക്കസ് ഇവിടെ ആയിട്ടായിരിക്കും ഇരിക്കുക. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി ഹൈപ്പർബോളയുടെ ഇക്വേഷൻ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഹൈപ്പർബോളയിൽ ആരാണോ വലുത് നമുക്ക് തന്നെ എന്ന് വിളിക്കാം. സോ x² / a² - y² / b² ഇസ് ഈക്വൽ ടു 1 എന്നാണല്ലോ. അപ്പോൾ ആദ്യത്തെ ആളാണ് ആരാണോ അയാളായിരിക്കും a. ഓക്കെ, ആദ്യം വരുന്നത് എന്താണോ അതാണ് a. സോ എക്സിന് താഴെയുള്ളതാണ് തവണ a. സോ a ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, a² 16 ആണെന്ന് മനസ്സിലായി. ഓക്കെ, a² 16 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. a² 16 ആണെങ്കിൽ a ഇപ്പോൾ എത്ര ആയിരിക്കും? a 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് a മനസ്സിലായി. ഇനി b² 9 ആണെന്ന് കിട്ടും. രണ്ടാമത്തെ 9 അല്ലേ. സോ b എന്താണ്? b ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും. കാരണം 9ൻ്റെ റൂട്ട് 3 അല്ലേ. ഇത്ര നമുക്ക് കിട്ടും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈപ്പർബോളയുടെ ഇക്വേഷനിൽ നടക്ക് മൈനസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സിയുടെ ഇക്വേഷനിൽ നടക്കുന്നതായിരിക്കും പ്ലസ് ആയിരിക്കും. ഓക്കെ, സോ c² ഇസ് ഈക്വൽ ടു a² പ്ലസ് b² എന്ന് വരും. c² ഇസ് ഈക്വൽ ടു a² പ്ലസ് b². സോ ഇവിടെ അപ്പോൾ c² നമുക്ക് എങ്ങനെ കിട്ടും? a² 16, b² 9. സോ c² 25 ആയിരിക്കും. 16 + 9 25. c² 25 ആണെങ്കിൽ c അപ്പോൾ എന്തായിരിക്കും? 5 ആയിരിക്കും. സോ നമുക്ക് c കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ c കിട്ടിയാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കണ്ടുപിടിക്കാം. ഫസ്റ്റത്തത് ഫോക്കസിന് പിടിക്കാനാണ്. ഫോക്കസ് എപ്പോഴും സിയിലായിരിക്കും. പിന്നെ ഇത് എക്സ് ആക്സിസിലാണല്ലോ ഇതിൻ്റെ ഫോക്കസ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഫോക്കസിൻ്റെ ഇക്വേഷൻ +or - c0 ആയിരിക്കും. കാരണം ഹൈപ്പർബോളയ്ക്ക് 2 ഫോക്കസ് ഉണ്ട്. സോ ഇതിന് ഉത്തരം വന്നിട്ട് +or - 5,0 എന്നായിരിക്കും. ഇപ്പോൾ ഫോക്കസ് കഴിഞ്ഞു. അടുത്ത വേർട്ടിസസ് +or - a0 ആയിരിക്കും. +or - a0. ഓക്കെ, അത് എലിപ്സിന് ഇങ്ങനെയൊക്കെ തന്നെ. സോ എലിപ്സിൻ്റെ കേസിലാണെങ്കിലും ഹൈപ്പർബോളയുടെ കേസിലാണെങ്കിലും +or - a0 ആണ്. സോ ഇത് +or - 40 എന്ന് പറയും. കാരണം a 4 ആണ്. അടുത്തത്
എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ C/A എന്നാണ്. കണ്ടുപിടിച്ച് വെച്ചോളാം. C/A ആണ് എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ. എക്സെൻട്രിസിറ്റി വന്നിട്ട് C/A, സോ 5/4 എന്ന് കിട്ടും. അതും കഴിഞ്ഞു. അടുത്തത് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം. നമുക്ക് അതിനെ LLR എന്ന് ഇവിടെ എഴുതാം. നിങ്ങൾ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പരീക്ഷയ്ക്ക് എഴുതാം. അതിൻ്റെ ഇക്വേഷൻ 2b² എന്നാണ്. സോ ഇത് വന്നിട്ട് 2 × b² നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 9. സോ 2 × 9 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. A4 ആണ്. സോ 18/4 അല്ലെങ്കിൽ 9/2 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ സെൻറ്ററും റേഡിയസും കണ്ടുപിടിക്കാനായിട്ട്. ഇതാണ് സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ജനറൽ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ജനറൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. x² + y² + 2gx + 2fy + c = 0 എന്നാണ് ജനറൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ കാണുന്ന 8x-ഉം 2gx-ഉം സെയിം ആയിരിക്കും. കണ്ടില്ലേ, 8x-ഉം 2gx-ഉം സെയിം ആണ്. അപ്പോൾ 8x-ഉം 2gx-ഉം സെയിം ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 8x = 2gx അല്ലെങ്കിൽ 2gx = 8x. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? g കണ്ടുപിടിക്കാമല്ലോ. എക്സും എക്സും കട്ടായി 2g = 8 എന്ന് കിട്ടി. g = 8/2 = 4 എന്ന് കിട്ടി. പിന്നെ 8x-ഉം 2gx-ഉം ഈക്വൽ ആയതുപോലെ തന്നെ ഈ 10y-യും 2fy-യും ഈക്വലാണ്. അപ്പോൾ അവരെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 10y = 2fy. y കട്ടായി f = 10/2 എന്ന് കിട്ടും. f നമുക്ക് 5 എന്ന് കിട്ടും. പിന്നെ അടുത്ത് ഈ കാണുന്ന c-യും ആ മേലിൽ കാണുന്ന -8-ഉം സിമ്പിൾ എടുക്കാൻ മറക്കരുത്. c-യും -8-ഉം ഈക്വലാണ്. സോ c = -8 എന്ന് നമുക്ക് കിട്ടും. c = -8. അപ്പോൾ g-യും f-ഉം c-യും നമുക്ക് കിട്ടി. ഇനി ഇതുപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസും സെൻറ്റർ കണ്ടുപിടിക്കാം. ഫസ്റ്റ് സെൻറ്ററിൻ്റെ ഇക്വേഷൻ എഴുതാം. സെൻറ്ററിൻ്റെ ഇക്വേഷൻ വന്നിട്ട് -g, -f ആണ്. നമ്മൾ സർക്കിളിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. സോ g എത്ര? 4. സോ -4, f 5. സോ -5. ഇതാണ് സെൻറ്റർ. ഇനി റേഡിയസോ? റേഡിയസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചോളണം. √g² + f² - c എന്നാണ്. സോ ഇവിടെ എങ്ങനെ വരും? √g എത്ര? g വന്നിട്ട് 4. സോ 4² + 5² + -c. -c എത്ര? പ്ലസ് അല്ല, -c എന്ന് പറയുമ്പോഴത്തേക്ക് -c എത്ര? -8. -8 എന്ന് വരും. അപ്പോൾ ഇത് √16 + 25 മൈനസ് എത്ര വരും? പ്ലസ് വരും. +8 എന്ന് വരും. കൂട്ടിക്കഴിഞ്ഞാൽ ഇത് √49 എന്ന് കിട്ടും. അഥവാ 7. √49 7 അല്ലേ? സോ 7 യൂണിറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ റേഡിയസ്. അതും കഴിഞ്ഞു. ഇനി അടുത്തത്, find the equation of circle with the center 2,2 and passes through 4,5. സെൻറ്റർ 2,2 ആണ്. അത് പാസ് ചെയ്യുന്ന പോയിന്റ് 4,5 ആണെന്ന് പറഞ്ഞിരുന്നത്. സെൻറ്റർ 2,2 ആണെങ്കിൽ പാസ് ചെയ്യുന്ന പോയിന്റ് 4,5 ആണെങ്കിൽ നമുക്കൊന്ന് വരച്ച് നോക്കാമല്ലോ. വരച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഏകദേശം ഒരു സർക്കിൾ വരയ്ക്കാം. ഇപ്പോൾ സെൻറ്റർ നമുക്കറിയാം 2,2 ആണ്. ഇത് ഇവിടെ ഏതോ ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് 4,5 എന്ന് വിചാരിച്ചോ. അപ്പം നമുക്ക് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ട മിനിമം കാര്യങ്ങൾ അതിൻ്റെ സെൻറ്റർ അറിഞ്ഞിരിക്കണം, അതിൻ്റെ റേഡിയസ് അറിഞ്ഞിരിക്കണം. നമുക്ക് ആകെ കിട്ടിയേക്കുന്ന അത് പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചാൽ കിട്ടും, ഈ സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഈ ദൂരമല്ലേ റേഡിയസ്. അപ്പോൾ 2 പോയിന്റ് നമുക്കറിയാമെങ്കിൽ നമുക്ക് അവർ തമ്മിൽ ദൂരം കണ്ടുപിടിക്കാമല്ലോ. സോ റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എടുത്താൽ മതി. √(x2 - x1) ഡിസ്റ്റൻസ് ഫോമിൽ ഇവിടെ ഉപയോഗിക്കണം. അപ്പോൾ ഇതൊരു മിക്സാണ്. വേറൊരു ചാപ്റ്ററിലെ ഫോർമുല ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. √(x2 - x1) + y2 - y1). സോ അതിവിടെ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √4 - 2² + 5 - 2². ദാറ്റ് ഈസ് ഈക്വൽ ടു √2² + 3². That is equal to √4 + 9. That is equal to √13. √13 ആണ് നമ്മുടെ റേഡിയസ് കിട്ടി. ഇനി അടുത്തത് സെൻറ്റർ അറിയാമല്ലോ. സെൻറ്റർ നമുക്കറിയാം. സെൻറ്റർ തന്നിട്ടുണ്ട്
2,2 ആണ്. അപ്പോൾ സെൻറ്ററും റേഡിയസും അറിയാമെങ്കിൽ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാം. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആർ സ്ക്വയർ അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് മൈനസ് എച്ച് എത്ര? 2. സെൻറ്റർ 2 അല്ലേ? ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ എത്ര? 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നല്ല. ഇപ്പോൾ ഈക്വൽ ടു വന്നിട്ട് ആർ എത്ര? √13. √13ൻ്റെ സ്ക്വയർ എത്ര? 13. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. ഇത്രേ ഉള്ളൂ. ഫോക്കസ് ഓഫ് ദ പരാബോള വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8x. സോ പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇങ്ങനെ തന്നിരിക്കുന്നത് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8x എന്ന്. പക്ഷെ നമുക്കറിയാം പരാബോളയുടെ ഇക്വേഷൻ വന്നിട്ട് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax എന്ന് നമുക്കറിയാം. സോ ഇതിന് എന്ത് മനസ്സിലായി? 4ax ആണ് 8x എന്ന് മനസ്സിലായി ആണല്ലോ. 4ax ആണ് 8x മനസ്സിലായി. സോ എക്സും എക്സും കട്ടായിപ്പോയി. കട്ടായിപ്പോയതുകൊണ്ട് പിന്നെ ബാക്കി എന്താ ഉള്ളത്? 4a ഈസ് ഈക്വൽ ടു 8, a ഈസ് ഈക്വൽ ടു 8/4 2 എന്ന് കിട്ടി. a ഈസ് ഈക്വൽ ടു 8/4 2 അല്ല. ഈ പരാബോള വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്നായതുകൊണ്ടും പോസിറ്റീവ് ആയതുകൊണ്ടും ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. സോ ഇതിങ്ങനെ വലത്തോട്ടായിരിക്കും ഓപ്പൺ ആയിട്ടിരിക്കുക. വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഇത് എക്സിലേക്കായിരിക്കും ഓപ്പൺ ആയിട്ടിരിക്കുക. സോ അതിൻ്റെ ഫോക്കസും പോസിറ്റീവ് ആയിരിക്കും. അത് a,0 ആയിരിക്കും. സോ ഫോക്കസ് വന്നിട്ട് a,0 അഥവാ 2,0 ആണ് ഇതിൻ്റെ ഉത്തരം വരിക. ഇത്രേ ഉള്ളൂ. ഇതാണ് ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും.